നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്. വി എന്നാൽ നമ്മൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇന്ത്യയുടെ ഭരണഘടന ആരംഭിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടി നമ്മളെ ഭരിക്കുകയാണ് എന്ന അർത്ഥത്തിലാണ്. രമേശ് ചെന്നിത്തലയെന്ന് ഞാനിവിടെ സന്നിഹിതനായിരിക്കുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയായിട്ടാണ്. ജനാധിപത്യം എന്നാൽ സുതാര്യതയാണ്. ജനങ്ങളാണ് ഭരിക്കുന്നത്. അതേ ജനങ്ങളാണ് നമ്മുടെ മുന്നിൽ ഫയലിന് വേണ്ടി കാത്തു നിൽക്കുന്നത്, കുമ്പിട്ട് നിൽക്കുന്നത്. നമുക്ക് അർഹതായതുമുണ്ട്, അർഹത ഇല്ലാത്തതുമുണ്ട്. അത് നമ്മൾ ജോലി ചെയ്യുന്നവർക്കെല്ലാം ശമ്പളം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ ലഭിക്കുന്നുണ്ട്. ഓവർ ടൈം ചെയ്താൽ അത് കിട്ടുന്നു, ടി എ കിട്ടും, ഡി എ കിട്ടും, അവധി കിട്ടും. അതെല്ലാം നമുക്ക് അർഹതപ്പെട്ടതാണ്. എന്നാൽ ഒരു കാര്യത്തിന് സർക്കാർ ഓഫീസിൽ ഒരാൾ കടന്നു വരുമ്പോൾ അനാവശ്യമായൊരു സാർ വിളി പോലും വിളിക്കേണ്ടതില്ല. ആവശ്യമായി കടന്നു വരുന്ന പൗരന് ഭവ്യത കുറവാണെന്ന പേരിൽ അയാളുടെ ഫയലുകൾ വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ അഹങ്കാരത്തെ, ഈഗോയെ തൃപ്തിപ്പെടുത്തണമെന്ന് പറയുന്നത് തന്നെ ഒരു അഴിമതിയാണ്. സർക്കാർ ഓഫീസിൽ ആത്മാഭിമാനത്തോടെ വരാൻ ഓരോ പൗരനും കഴിയണം. ഒരു ഓഫീസറുടെ മുന്നിൽ തോള് താഴ്ത്തി നട്ടെല്ല് വളച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. മുന്നിൽ കസേര ഉണ്ടെങ്കിൽ ഒരാളോട് നമ്മൾ ഇരിക്കാൻ പറഞ്ഞാൽ അത് ഒരിക്കലും അത് തെറ്റല്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചില ഓഫീസർമാർക്ക് ജനം അവരുടെ മുന്നിലെ കസേരയിൽ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അങ്ങനെ ആരെങ്കിലും കസേരയിൽ കയറി നിന്നാൽ അവൻ്റെ കാര്യം പോക്കായി. അപ്പോൾ ജനങ്ങളോട് നന്നായി പെരുമാറിയാൽ ജനങ്ങൾ ആ പെരുമാറ്റം തിരിച്ചു തരും. അല്ലാതെ ഇരിക്കുന്ന കസേരയ്ക്കനുസരിച്ച് ജനം ബഹുമാനം തന്നോളണം എന്ന് സർക്കാരിൻ്റെ കസേരയിലോ സ്ഥാനത്തിരിക്കുന്ന ആരോ അത് കരുതേണ്ട കാര്യമില്ല. 5 വർഷം കഴിയുമ്പോൾ ഞാനും വി മുരളീധരനും ഒക്കെ ജനങ്ങളെ കാണാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തി അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം, അല്ലെങ്കിൽ തിരസ്കരിക്കാം. അതാണ് ജനാധിപത്യം. ജനം നടത്തുന്ന ടെസ്റ്റ് എഴുതി ജനം നടത്തുന്ന ഇൻ്റർവ്യൂവിൽ പങ്കെടുത്താണ് ജനാധിപത്യത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി ലഭിക്കുന്നത്. ജീവനക്കാരായാലും ജനപ്രതിനിധികളായാലും ചെയ്യുന്ന ജോലിയുടെ ഉടമ ജനങ്ങളാണ്. ആത്യന്തികമായി വിലയിരുത്തൽ നടത്തുന്നത് ജനങ്ങളാണ്. ജനം തന്ന ജോലിയാണ് ചെയ്യുന്നത് എന്നും അത് തിരിച്ചെടുക്കാൻ ജനത്തിന് അധികാരവും വകുപ്പുകളും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. പലപ്പോഴും നമ്മളത് വിസ്മരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. കൈക്കൂലി വാങ്ങിക്കുന്ന മാത്രമല്ല കറപ്ഷൻ. കാര്യം വൈകിപ്പിക്കുന്നത് മുതൽ പല നിലകളിൽ കറപ്ഷനുണ്ട്. എത്രയും വേഗം തീർപ്പാക്കുക എന്നതാണ് നീതി. ഡിലേഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ്. വൈകല്യങ്ങളിലൂടെ ജനത്തിൽ നിന്ന് കൈക്കലാക്കുന്ന സമയം അതും കൈക്കൂലിയായിട്ട് തന്നെ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ പ്രൊജക്ട് 0 എന്നൊരു പദ്ധതി കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ ആലോചിച്ച് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ്. ഈ പദ്ധതിയിലൂടെ കേരളത്തെ അഴിമതി വിമുക്തമാക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ന് സിവിൽ സർവീസിൽ കാണുന്ന പല അഴിമതികളും, സമൂഹത്തിൽ കാണുന്ന പല അഴിമതികളും തുടച്ചു നീക്കുക എന്നത് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽപ്പെട്ടതാണ്. വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോ എന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ പേര് തന്നെ. അപ്പോൾ അഴിമതി പരിപൂർണമായി തുടച്ചു നീക്കാൻ ജനങ്ങളുടെ സഹകരണം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമാകുന്നുള്ളൂ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ 30 വർഷത്തിന് ശേഷമാണ് വിജിലൻസ് മാനുവൽ പരിഷ്കരിക്കാൻ നമ്മൾ തീരുമാനിച്ചു. അതിന് മുൻകൈ എടുത്ത വിജിലൻസ് ഡയറക്ടർ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഒരു ഡംപിംഗ് ഗ്രൗണ്ട് പോലെയാണ് നമ്മൾ വിജിലൻസിനെ പലപ്പോഴും ഉപയോഗിച്ചു വന്നത്. അത് പാടെ മാറ്റാനും കാര്യക്ഷമതയുള്ള ഉദ്യോഗസ്ഥന്മാർ, സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ, ഫലപ്രദമായി പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഉദ്യോഗസ്ഥന്മാരെ വിജിലൻസ് ആൻഡ് ആൻറ്റി കറപ്ഷൻ ബ്യൂറോയിൽ നിയമിക്കാനുള്ള തീരുമാനമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്.
കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വിജിലൻസ് ശക്തമായ പരിശോധന നടത്തി 1/2 കോടിയിലധികം രൂപ പിടിച്ചെടുത്ത് ട്രഷറിയിൽ അടയ്ക്കുകയുണ്ടായി. വലിയ സ്വീകാര്യതയാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. അഴിമതിയെ പൂജ്യത്തിൽ തളയ്ക്കുന്ന വലിയൊരു ജനകീയ മുന്നേറ്റമാണ് പ്രൊജക്ട് സീറോ. നിയമത്തിലും നിയമപാലകർക്കുള്ളതുപോലെ ഓരോ തിന്മയ്ക്കുമെതിരായ പോരാട്ടത്തിൽ ബഹുജന പങ്കാളിത്തം അനിവാര്യമാണ്. ലഹരിയുടെ ഉപയോഗം ജനങ്ങളിൽ കുറഞ്ഞാൽ ലഹരി മാഫിയ ഇല്ലാതാകും, അവരുടെ വേരുകൾ ചെയ്യും. കൈക്കൂലി കൊടുക്കില്ലെന്നും ആരെങ്കിലും ചോദിച്ചാൽ വിളിച്ചു പറയുമെന്നും ജനങ്ങൾ തീരുമാനിച്ചാലോ വിജിലൻസ് വിസിൽ, വിജിലൻസ് കമാൻഡോസ്, അതാണ് നിങ്ങളുടെ ഏറ്റവും പ്രാധാന്യം. ഞങ്ങൾ ചെറുപ്പക്കാരായ വിവിധ കോളേജുകളിലെ കുട്ടികളെ ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഈ കമാൻഡോസായി മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കമാൻഡോസാകാൻ മുന്നോട്ട് വന്ന വിദ്യാർത്ഥികളെ പ്രത്യേകം ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ആരാണ് ആക്ഷൻ ഹീറോ? പറയൂ, ആരാണ് ആക്ഷൻ ഹീറോ? ഉറക്കെ പറയൂ. നിവിൻ പോളിയാണ് ആക്ഷൻ ഹീറോ. ആക്ഷൻ ഹീറോ ബിജു അടക്കമുള്ള സിനിമകളിൽ നിവിൻ പോളിയുടെ കഥാപാത്രങ്ങൾ അനീതിക്കും അഴിമതിക്കുമെതിരായിട്ടുള്ള പോരാട്ടമാണ് നടത്തുന്നത്. അത് സിനിമകളിലാണെങ്കിൽ ഇപ്പോഴിത് അദ്ദേഹം എത്തിയിരിക്കുന്നത് ജീവിതത്തിലും സമൂഹത്തിലും അഴിമതിക്കെതിരെയുള്ള വലിയ ഒരു പോരാട്ടത്തിന് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ പോരാട്ടത്തിലെ ആദ്യത്തെ കമാൻഡോവായി അദ്ദേഹത്തെ ഇവിടെ ഞാൻ പ്രഖ്യാപിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഞാൻ യുവജനങ്ങളെ ഈ പോരാട്ടത്തിലേക്ക് ക്ഷണിക്കുന്നു. ഒരു യുവജന സേന ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ യുവത അഴിമതി പൊറുക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അഴിമതിയെ തളയ്ക്കാൻ യുവാക്കൾക്ക് കഴിയും. യുവാക്കൾ സർക്കാരിനോടൊപ്പം ഒരു സേനയായി അണിനിരന്നാൽ അഴിമതി ചെയ്യാൻ ആരും ഭയക്കും. ആദ്യമേ തന്നെ എല്ലാവർക്കും നമസ്കാരം. ആദ്യം പ്ലെഡ്ജാണ്. I pledge that I will never give bribe or support corruption. I will blow the whistle whenever I witness any form of corruption. I will stand for truth, integrity, and justice. Together, we will build a corruption-free nation. ഈ നാടിൻ്റെ പ്രതീക്ഷയായ എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോ യുവതി യുവാക്കൾക്കും എൻ്റെ നമസ്കാരം. പ്രൊജക്ട് സീറോ ഒരു വലിയ ഇനീഷ്യേറ്റീവ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് നാളുകളായി നമ്മളെല്ലാം പ്രതീക്ഷിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാനെല്ലാം ആഗ്രഹിച്ചിട്ടുള്ള ഒരു വലിയൊരു മൂവ്മെൻറ്റിൻ്റെ തുടക്കമാണ് പ്രൊജക്ട് സീറോ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഒരു കറപ്ഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു സ്പേസ്, ഒരു നാട്, അഴിമതിയില്ലാതെ മുന്നോട്ട് ധൈര്യത്തോടെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക എന്നുള്ളത് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശവും ഒരു ഉറപ്പും ഒരു വിശ്വാസമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു സിനിമ ചെയ്തിരുന്നു. ആക്ഷൻ ഹീറോ ബിജു എന്നായിരുന്നു എൻ്റെ പേര്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ വലിയ ഇടിക്കാരനുള്ള പോലീസുകാരനൊന്നല്ലെങ്കിലും ജനങ്ങൾക്കും സമൂഹത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളെ ക്ഷമയോടുകൂടി കേൾക്കുന്ന, നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് ഞാൻ അതിൽ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സമൂഹം നിലനിൽക്കുന്നത് നിയമത്തിലുള്ള വിശ്വാസത്തിലാണ്. നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ ഗവൺമെൻറ്റിലും നമ്മുടെ നിയമത്തിലുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും നിലനിൽക്കുന്നത്. അപ്പോൾ എന്നാണോ ആ നിയമത്തിലുള്ള വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുന്നത്, ആ സമൂഹവും പതുക്കെ തകരാൻ തുടങ്ങുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു പണം കൊണ്ട് കൊടുക്കുന്ന ഒരു കൈക്കൂലി മാത്രമല്ല അഴിമതി എന്നുള്ളത്. ഒരു വ്യക്തിയുടെ അവസരം ഇല്ലാതാക്കുന്നത്, ഒരു വിദ്യാർത്ഥിയുടെ അവസരം ഇല്ലാതാകുന്നത്, എത്ര പഠിച്ചാലും കുറുക്ക് വഴിയിലൂടെ മുന്നോട്ട് പോകുന്നവർക്കാണ് വിജയമെന്ന് ഉണ്ടാക്കുന്നൊരു തോന്നൽ. ഇല്ലെങ്കിൽ നമുക്ക് എത്ര മെറിറ്റ് ഉണ്ടെങ്കിലും പണവും അധികാരവും കൊണ്ട് ഇതെല്ലാം മറികടക്കാൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം
ഇതെല്ലാം കറപ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു അഴിമതിയുടെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ ആദ്യത്തെ സിനിമ മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സിനിമയാണ് വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്തത്. അപ്പോൾ ആ സിനിമയിൽ എനിക്ക് അവസരം കിട്ടാനുള്ള കാരണം ഞാൻ അവതരിപ്പിച്ചൊരു സ്കിറ്റാണ്. ഞങ്ങളൊരു 3-4 പേര് അവതരിപ്പിച്ചൊരു സ്കിറ്റാണ്. ആ സ്കിറ്റിൻ്റെ ആദ്യത്തെ ലൈൻ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ആ ലൈൻ ഇങ്ങനെയാണ്: പ്രതികരണ ശേഷിയുള്ള ഒരു ജനതയ്ക്ക് മാത്രമേ കെട്ടുറപ്പുള്ള ഒരു ഭരണകൂടത്തെ പടുത്തുയർത്താൻ സാധിക്കൂ.